സോ ആപ്പിളിൻ്റെ അപ്കമിങ് മോഡലായിട്ടുള്ള ഐഫോൺ 17 സീരീസിൻ്റെ ലേറ്റസ്റ്റ് ലീക്സ് ആൻഡ് റൂമേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ അടുത്ത 2-3 വർഷത്തേക്കുള്ള 2027 വരെ എക്സാക്ട്ലി പറയുവാണെങ്കിലുള്ള ഐഫോൺ റിലീസുകളുടെ ഒരു റോഡ് മാപ്പ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇത് വേറെ ആരുമല്ല പബ്ലിഷ് ചെയ്തേക്കുന്ന മാർക്ക് ഗർമൻ ആണ്. 2025, 26, 27 അടുത്ത 2 വർഷത്തെ റോഡ് മാപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 2027 ആകുമ്പോഴാണ് ഐഫോണിൻ്റെ 20th ആനിവേഴ്സറി ആപ്പിൾ ആഘോഷിക്കാൻ പോകുന്നത്. ഇതുപോലൊരു ആനിവേഴ്സറിക്കായിരുന്നു ആപ്പിൾ ഇപ്പം കാണുന്ന മോഡലിൽ, അതായത് ഐഫോൺ 10th ആനിവേഴ്സറിക്കാണ് ആപ്പിൾ ഐഫോൺ 9 സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് 10 എന്ന് പറയുന്ന പുതിയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2025 3rd ക്വാർട്ടറിലാണ് ആപ്പിൾ ഐഫോൺ 17 സീരീസ് അപ്കമിംഗ് ആയിട്ടുള്ള 17 സീരീസ് റിലീസ് ചെയ്യുന്നത്. ആ 4 മോഡൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള 2027 ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിവൈസ് അല്ല 2 മോഡൽസ് കാണാൻ സാധിക്കും. അതായത് വർഷത്തിൻ്റെ തുടക്കത്തിൽ ആപ്പിൾ റിലീസ് ചെയ്യുന്ന ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ മോഡലിനോടൊപ്പം തന്നെ ആ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന ഐഫോൺ മോഡൽസിൻ്റെ ബേസ് മോഡൽ ഐഫോണും കൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ എണ്ണത്തിൽ കുറവൊന്നും സംഭവിക്കാതെ തന്നെ സെക്കൻഡ് ഹാഫിലും നമുക്ക് 4 ഐഫോൺ മോഡൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 3 മോഡൽസ് വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളൊക്കെ ആപ്പിൾ 17 സീരീസ് മുതലേ കൊണ്ടുവരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 4 മോഡൽസ് ആയിരിക്കും ഈ വർഷവും. ഐഫോൺ 17 പ്ലസ് ഇല്ല, അതിന് പകരം എയർ എന്ന് പറയുന്ന മോഡലായിരിക്കും 17 Pro ആൻഡ് 17 Pro Max. സോ എയർ എന്ന് പറയുന്നത് വെറുതെ ആ ഒരു പേര് മാത്രമല്ല, കംപ്ലീറ്റ്ലി തിന്നസ്റ്റ് ഐഫോൺ ലൈനപ്പിലെ ഏറ്റവും തിന്നസ്റ്റ് ഡിവൈസ് ആയിരിക്കും ഈ ഒരു എയർ സീരീസ് എന്ന് പറയുന്നത്. സീരീസിലെ ബേസ് മോഡലായിട്ടുള്ള ഐഫോൺ 17 നിലവിലുള്ള ഐഫോൺ 16 യാതൊരു വ്യത്യാസവും സാദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. സാദൃശ്യത്തിൽ മാത്രമല്ല, അതിന് ഇന്റേണൽ പോലും നിങ്ങൾക്ക് വലിയ ചേഞ്ചസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇന്റേണലി പറയുവാണെങ്കിൽ A18 തന്നെ ആയിരിക്കും, 8GB RAM A18. ചേഞ്ച് വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കും എളുപ്പം. അതായത് ബേസിലുള്ള 2 മോഡൽസും ആപ്പിൾ 120 Hz എന്ന് പറയുന്ന റീഫ്രഷ് റേറ്റ് കൊടുക്കാൻ പോവുകയാണ്. പ്രൊമോഷൻ അല്ല, 120 Hz റീഫ്രഷ് റേറ്റ് ആയിരിക്കും. അതതിൻ്റെ അർത്ഥം ഡൈനാമിക്കലി ഇത് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. നമുക്കറിയാം ഐഫോണിൻ്റെ പ്രോ സീരീസിൽ ആപ്പിൾ പ്രോ മോഷൻ എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുവാണ്, ആ ഗെയിമിന് 90 Hz ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ 120 Hz ആണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഡിസ്പ്ലേ റേറ്റ് റീഫ്രഷ് റേറ്റ് മാറും. അതാണ് ഡൈനാമിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ 17 നോൺ പ്രോ മോഡൽസിൽ വരാൻ പോകുന്ന LTPO പാനലുള്ള 120 Hz സപ്പോർട്ട് ചെയ്യുന്ന പാനലായിരിക്കും. ഇത് ഡൈനാമിക്കലി അഡ്ജസ്റ്റ് ആകത്തില്ല, അതെപ്പോഴും 120 കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 120 Hz തന്നെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. ആകെ അതിൽ വരാൻ പോകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 120 Hz അല്ലെങ്കിൽ നമുക്ക് 60 Hz, ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നിങ്ങളൊരു മാക് യൂസറാണ്, നിങ്ങൾ മാർക്കറ്റിൽ ഒരു മോണിറ്റർ നോക്കുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന മാക്കിൻ്റെ അതേ ഡിസ്പ്ലേ ക്വാളിറ്റി, അതേ കളേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന നിരവധി പോർട്ട് സെലക്ഷൻസ് ഉള്ള, വേറെ ഹസിലുകളൊന്നുമില്ലാതെ ഒരൊറ്റ സിംഗിൾ USB കേബിളിൽ നിങ്ങളുടെ മാക്കും മോണിറ്ററും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, ഹൈറ്റ് അഡ്ജസ്റ്റിനോടൊപ്പം തന്നെ ടിൽറ്റും പിവോട്ടും ചെയ്യാൻ സാധിക്കുന്ന, അതോടൊപ്പം ഡിസ്പ്ലേ പതിക്കുന്ന റിഫ്ലക്ഷൻസിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പാനൽസ് ഉള്ള ഒരു മോണിറ്ററാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിന് പറ്റിയ പെർഫെക്റ്റ് ഫിറ്റാണ് ബെൻക്യൂവിൻ്റെ MA സീരീസ്. ഇത് 2 മോഡൽസിലാണ് അവൈലബിൾ. നമുക്ക് MA 32 ഇഞ്ചും 27 ഇഞ്ച് മോഡൽസ് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്ന മറ്റുള്ള മോണിറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം നിരവധി പോർട്ട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരൊറ്റ സിംഗിൾ USB Type-C കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മാക് കണക്ട് ചെയ്യാനും അതേസമയം ചാർജ് ചെയ്യാനും സാധിക്കുന്നതാണ്. MA സീരീസിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ iDevice കളർ സിങ്ക് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐപാഡോ മാക്കോ ഈവൻ ഐഫോണോ ആണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ മോഡൽ അനുസരിച്ച് അതിൻ്റെ ഡിസ്പ്ലേ കളർ ആക്യുറേറ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിൽ വരുന്ന ഡിസ്പ്ലേ പൈലറ്റ് 2 പ്രോഗ്രാം, ഇത് ഉപയോഗിച്ചുകൊണ്ട് യൂസേഴ്സിന് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഇതിൻ്റെ ബ്രൈറ്റ്നസ്, സെറ്റിംഗ്സ്, പ്രൊഫൈലുകൾ ഇതെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ത്രൂ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഈവൻ വിത്തൗട്ട് ദ നീഡ് ഓഫ് എ ബട്ടൺ. വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓപ്പോസിറ്റുള്ള ലൈറ്റുകൾ ഡിസ്പ്ലേയിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനുള്ള നാനോ മാറ്റഡ് ഡിസ്പ്ലേ പാനൽസാണ് ബെൻക്യൂ MA സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഓവറോൾ ലക്ഷങ്ങൾ മുടക്കി ആപ്പിളിൻ്റെ സ്റ്റുഡിയോ ഡിസ്പ്ലേ വാങ്ങുന്ന പൈസയുടെ പകുതി എമൗണ്ടിന് നിങ്ങൾക്ക് വളരെ സിമിലർ സ്പെക്കിൽ ക്വാളിറ്റി ഡിസ്പ്ലേയിൽ കളർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന കിടിലൻ ഡിസ്പ്ലേ ആണ് ബെൻക്യൂവിൻ്റെ MA സീരീസ്. സോ ഇത് പർച്ചേസ് ചെയ്യാൻ, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ സകല ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 2 ബാറ്ററി കപ്പാസിറ്റിയിൽ വരാൻ പോകുന്ന ചേഞ്ച് ആയിരിക്കും. സ്ലൈറ്റ്ലി ലാർജർ ആയിട്ടുള്ള ബാറ്ററി ആയിരിക്കും 4 മോഡൽസിനും കൊടുക്കാൻ പോകുന്നത്. അതിൽ 17 കാര്യം പറയുവാണെങ്കിൽ 3600 mAh ആണ് ഇതിൽ കാണിക്കുന്നത്. അതോടൊപ്പം 17 എയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം 2000 mAh ആണ്. ഈ ഒരു 2800 mAh കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി അതിൻ്റെ പുറകിൽ ഒരു കാര്യം കാണും. അത് വേറൊന്നുമല്ല, ഇപ്പം എന്ത് മാജിക് ആണോ ഈ ഒരു 16E ആപ്പിൾ ചെയ്തേക്കുന്നത്, ഇതിനും
വളരെ കുറവ് ബാറ്ററി കപ്പാസിറ്റി ഉള്ളൂ. ജനറലി ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള ലോവർ എൻഡ് മോഡൽസ് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ആപ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ആപ്പിളിൻ്റെ സ്വന്തം നെറ്റ്വർക്ക് ചിപ്പ് C1 എന്ന് പറയുന്ന പുതിയ ചിപ്പാണ്. 3 ഇൻറ്റേർണലി വരാൻ പോകുന്ന റീഡിസൈനിൽ അല്ലെങ്കിൽ ചേഞ്ചസിൽ ഏറ്റവും വലിയ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചേഞ്ച് ആയിരിക്കും. ആപ്പിൾ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ആദ്യമായിട്ട് ഐഫോൺ സീരീസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. അത് 17 Pro Max മോഡൽസിലായിരിക്കും ആപ്പിൾ ആദ്യമായിട്ട് വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിലവിലെ ഐഫോൺ 16 സീരീസിൽ ആപ്പിൾ ഗ്രാഫൈറ്റ് ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 16ൻ്റെ ലോഞ്ച് ഇവൻറ്റ് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ആപ്പിൾ ഹീറ്റിങ്ങിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ പെർഫോമൻസിനെ മാനേജ് ചെയ്യാൻ ആപ്പിൾ ഒരു ഗ്രാഫൈറ്റ് ഷീറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം 17 സീരീസിൽ ആപ്പിൾ ആദ്യമായിട്ട് വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ഈ ഒരു വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം അതിൻ്റെ ഇമേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇമേജ് കണ്ടാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകത്തില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ കാണുന്ന ആ ഒരു ഗോൾഡൻ കളർ, ആ ഗോൾഡൻ കളറിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് കോപ്പറാണ്. ഇതൊരു കോപ്പർ ബേസ്ഡ് വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ആയിരിക്കും. ഈ വേപ്പർ ചേംബർ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്, വേപ്പർ ചേംബർ. നിലവിലുള്ളത് ഗ്രാഫൈറ്റ് പാഡാണ്, അത് ജസ്റ്റ് തിൻ ലെയർ ഓഫ് ഷീറ്റ് മാത്രമാണ്. എന്നാൽ വേപ്പർ ചേംബർ ഇതിനകത്ത് ഒരു ലിക്വിഡ് വേണം, അത് കൂളിംഗ് ഏജൻറ്റ് ലിക്വിഡാണ്, വെള്ളമല്ല. സോ ആ ലിക്വിഡ് നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമിങ്ങോ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റെൻഡറിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഡിവൈസ് ചൂടാകുമല്ലോ. ആ ചൂടാകുന്ന സമയത്ത് ഈ ലിക്വിഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവാപ്പറേറ്റ് ചെയ്യും. ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ ഡിവൈസിൻ്റെ മറ്റ് ഹീറ്റ് അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇത് ഡിസ്പേഴ്സ് ആവും. അവിടെ ചെന്ന് ചെയ്യുമ്പോൾ ഇത് കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് തണുക്കും. അപ്പോൾ അത് വീണ്ടും തണുത്ത് ഈ ഹീറ്റ് ആയേക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും ചെല്ലും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് സൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം വർക്കാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. മറ്റെല്ലാ സ്ഥലത്തേക്കും ഈവൻലി ഈ ഒരു ഹീറ്റിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നതോടെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡിവൈസിനെ കൂൾ ഡൗൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ആപ്പിൾ ഒരു കാര്യം കൂടെ മാറ്റം കൂടെ വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന പ്രോ സീരീസിലാണ്. നിലവിൽ 16 പ്രോയിൽ ടൈറ്റാനിയം ആൻഡ് അലുമിനിയത്തിൻ്റെ ഒരു മിക്സ്ചറും കൂടെയാണ്. എന്നാൽ 17 സീരീസിലേക്ക് വരുമ്പം ആപ്പിൾ വീണ്ടും ബാക്ക് ടു അലുമിനിയം. അതിൻ്റെ കാരണം അതായത് ടൈറ്റാനിയത്തേക്കാൾ ബെറ്ററായിട്ട് ഹീറ്റിനെ ഇൻസുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നതാണ് അലുമിനിയം. സോ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റവും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഷാസി അലുമിനിയം ആക്കുവാണ് എന്നുണ്ടെങ്കിൽ ഹീറ്റിനെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആപ്പിൾ വെറുതെ ഈ ഒരു വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ചെയ്തില്ല. കാരണം കഴിഞ്ഞ വർഷം ആപ്പിൾ ഈ ഒരു ഗ്രാഫൈറ്റ് പാഡ് കൊണ്ടുവന്നു. പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് ഇത് മാറണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. അത് വേറൊന്നുമല്ല, A19 Pro ചിപ്സെറ്റാണ്. കാരണം അതുപോലെ വർക്ക് ലോഡ് താങ്ങാൻ സാധിക്കുന്ന ഒരു ചിപ്സെറ്റാണ് A19 Pro. തെർമൽ ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു മാറ്റം വരുന്നതുകൊണ്ട് തന്നെ യൂസേഴ്സിന് നമുക്ക് ലഭിക്കാൻ പോകുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എവിടെയാണെന്ന് വെച്ചാൽ ഹീറ്റ് മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ ബാറ്ററി എഫിഷ്യൻസിയുടെ കാര്യത്തിലാണ്. നമുക്കറിയാം ഡിവൈസ് ഹീറ്റ് ആകുമ്പോഴാണ് ഈ ഒരു ബാറ്ററി നല്ല രീതിയിൽ വീക്കാകുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ലൈഫ് കുറയുന്നത്. സോ ബെറ്റർ ആയിട്ടുള്ളൊരു കൂളിംഗ് സിസ്റ്റം ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അത് ബാറ്ററിനെയും അതിൻ്റെ എഫിഷ്യൻസിനെയും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. സോ ലോങ് ടേം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ബാറ്ററി ഹെൽത്ത്, ലൈഫ് സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ ആപ്പിളിന് സാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. 3 ഫാസ്റ്റ് ചാർജിങ്. 4ാമത് 35 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരാൻ പോകുന്നത്. ഇതൊക്കെ ശരിക്കും ഫാസ്റ്റ് ചാർജിങ് ആണോ എന്ന് ചോദിച്ചാൽ ഓൺ പേപ്പർ അല്ല. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. കാരണം ബാക്കിയുള്ള മാനുഫാക്ചേഴ്സ് 90, 100 അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞത് വയേർഡ് കണക്ഷൻ്റെ കാര്യമാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മാക്സേഫ് വയർലെസ് ചാർജിങ്ങിൻ്റെ കപ്പാസിറ്റിയുടെ കാര്യമാണ്. 50 വാട്ടാണ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 50 വാട്ട്. സോ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വയർലെസ് ചാർജിങ് മൊഡ്യൂളാണ് ആപ്പിൾ 4 മോഡൽസിലും, ഒരു വ്യത്യാസമില്ല, 4 മോഡൽസിലും ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. അത് സപ്പോർട്ട് ചെയ്യുന്നത് മാക്സേഫിൽ മാത്രമാണ്. അല്ലാതെ എല്ലാ G2 സ്റ്റാൻഡേർഡോ G1 സ്റ്റാൻഡേർഡിലൊന്നും 50 വാട്ട് ചാർജിങ് സ്പീഡ് കിട്ടത്തില്ല. ആപ്പിളിൻ്റെ മാക്സേഫിൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. 4ാമത് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ആണ്. ആപ്പിൾ 4 ഡിവൈസിൻ്റെയും ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ 24 മെഗാപിക്സലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചൊരു കാര്യം, ഇതിൽ ഐഫോൺ എയറിൻ്റെ 17 എയറിൻ്റെ നിങ്ങൾ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ മൊഡ്യൂൾ ബാക്കി 3 മോഡൽസ് നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിലാണ് ക്യാമറ മൊഡ്യൂൾ വന്നിരിക്കുന്നത്. എന്നാൽ എയറിൻ്റെ മാത്രം ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെറിയ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫേസ് ID മൊഡ്യൂൾ, ഡിസ്പ്ലേയുടെ മൊഡ്യൂൾസ് ഇതിനെയൊക്കെ റീഅഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻറ്റേർണലി സ്പേസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം മേ ബി ആപ്പിൾ ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റിലേക്ക് ആക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ വ്യത്യാസങ്ങളാണ് ബേസ് മോഡൽ ഐഫോൺ 17 വരാൻ പോകുന്നത്. ഇനി ഐഫോൺ 17 എയർ മുതൽ ആപ്പിൾ കാര്യമായുള്ള ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ് ആയിരിക്കും 17 എയർ. 2, ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ സിംഗിൾ ലെൻസ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. സിംഗിൾ ലെൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൽ പോലും 1 അല്ല 2 ക്യാമറ മിനിമം കാണും.
അവിടെയാണ് ആപ്പിൾ സിംഗിൾ ലൈൻ സെറ്റപ്പ് കൊടുക്കുന്നത്. അതും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇന്റേണലി A19 എന്ന് പറയുന്ന പുതിയ ചിപ്പായിരിക്കും കൊടുക്കുന്നത്. അത് A19 + 12GB റാം ആയിരിക്കും. കാരണം AI ഫങ്ഷണാലിറ്റീസും ഫീച്ചേഴ്സും ഒക്കെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഓൺ ഡിവൈസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റാം സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അപ്കമിങ് മോഡലായിട്ടുള്ള 17 സീരീസിനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.